രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക വിനാശത്തിലേക്കാണ് റഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യുക്രൈൻ പിടിച്ചെടുക്കാനായി വ്ളാഡിമിർ പുടിൻ ആരംഭിച്ച അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ സൈന്യത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ പുറം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഉന്നതതല റഷ്യൻ ഔദ്യോഗിക രേഖകൾ ഉദ്ധരിച്ച് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 13 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർക്ക് യുദ്ധക്കളത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്നേക്കുമായി യുദ്ധം ചെയ്യാൻ കഴിയാത്ത വിധം പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ആധുനിക യുദ്ധചരിത്രത്തിൽ ഒരു വൻ ശക്തിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി ഇതിനെ വിദഗ്ധർ വിലയിരുത്തുന്നു. മാർച്ച് 10 യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ഒലേഹ് ഇവാഷ്ചെങ്കോ നൽകിയ ഈ റിപ്പോർട്ട് പ്രകാരം റഷ്യൻ ഭരണകൂടത്തിന് തന്നെ തങ്ങളുടെ സൈന്യത്തിന് സംഭവിച്ച ഈ ഭീമമായ നഷ്ടത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നാൽ പുറം ലോകത്തിന് മുന്നിൽ ഈ കണക്കുകൾ മറച്ചുവെച്ചുകൊണ്ട് യുദ്ധം തുടരാനാണ് ക്രെംലിൻ ശ്രമിക്കുന്നത്. തിരിച്ചു വരാൻ കഴിയാത്ത നഷ്ടങ്ങൾ എന്ന വിഭാഗത്തിലാണ് 13 ലക്ഷം സൈനികരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മരിച്ചവരും മാരകമായി പരിക്കേറ്റ് ഇനിയൊരിക്കലും സൈനിക സേവനത്തിന് യോഗ്യരല്ലാത്തവരുമായ സൈനികരുടെ ആകെത്തുകയാണ് ഇത്. യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലാകാനാണ് സാധ്യതയെന്ന് സെലൻസ്കി തൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഈ രേഖകളിലെ ഏറ്റവും ഭയാനകമായ മറ്റൊരു വശം യുദ്ധക്കളത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ അനുപാതത്തിലുണ്ടായ വർധനവാണ്. സാധാരണഗതിയിൽ യുദ്ധങ്ങളിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയാണ് പതിവ്. എന്നാൽ യുക്രൈനിൽ റഷ്യൻ സൈനികരുടെ മരണനിരക്ക് 62% ഉയർന്നിരിക്കുന്നു. പരിക്കേൽക്കുന്നവരുടെ എണ്ണം വെറും 32% ചുരുങ്ങി. ഇത് വിരൽ ചൂണ്ടുന്നത് റഷ്യൻ സൈന്യത്തിൻ്റെ ദയനീയമായ അവസ്ഥയിലേക്കാണ്. മുറിവേറ്റ സൈനികർക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ അത്രമേൽ മാരകമായ ആയുധങ്ങളാണ് യുദ്ധക്കളത്തിൽ ഉപയോഗിക്കപ്പെടുന്നതെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. പലപ്പോഴും പരിക്കേറ്റവരെ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന രീതിയും റഷ്യൻ സൈന്യത്തിനുണ്ടെന്ന് മുൻപും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ചരിത്രപരമായ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ പുടിൻ്റെ ഈ സൈനിക സാഹസികത എത്രത്തോളം വിനാശകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1980കളിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ അധിനിവേശത്തേക്കാൾ 17 മടങ്ങ് അധികം സൈനികരാണ് യുക്രൈനിൽ മാത്രം കൊല്ലപ്പെട്ടത്. റഷ്യയുടെ തന്നെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായ 1ഉം 2ഉം ചെച്നിയൻ യുദ്ധങ്ങളിൽ മരിച്ചവരേക്കാൾ 11 മടങ്ങ് കൂടുതലാണിത്. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഒരു വൻ ശക്തിക്കും നേരിട്ടിട്ടില്ലാത്ത അത്രയും വലിയ മനുഷ്യനാശമാണ് റഷ്യ ഇപ്പോൾ നേരിടുന്നത്. 2026 വസന്തകാലമാകുമ്പോഴേക്കും റഷ്യൻ സൈന്യത്തിൻ്റെ ആകെ നഷ്ടം 20 ലക്ഷം കടക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. റഷ്യ ഇത്രയധികം സൈനികരെ ബലി കൊടുക്കുമ്പോഴും ആഗോളതലത്തിൽ മറ്റൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളും ക്രെംലിൻ നടത്തുന്നുണ്ട്. നിലവിൽ ഇറാനിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാനാണ് റഷ്യൻ നീക്കം. മധ്യേഷ്യയിൽ അമേരിക്കൻ സൈന്യം ദീർഘകാലം തളച്ചിടപ്പെടുമെന്നത് യുക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് ലോകശ്രദ്ധ മാറ്റാൻ സഹായിക്കുമെന്ന് റഷ്യ കരുതുന്നു. ഇറാൻ യുദ്ധം മൂലം രാജ്യാന്തര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും ആ സാഹചര്യം ഉപയോഗിച്ച് റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യിക്കാനും പുടിൻ ലക്ഷ്യമിടുന്നു. തങ്ങളുടെ സൈന്യം കടുത്ത പ്രതിസന്ധിയിലാണെങ്കിലും ആഗോള രാഷ്ട്രീയത്തിലെ ഇത്തരം മാറ്റങ്ങൾ തങ്ങൾക്ക് രക്ഷയാകുമെന്ന പ്രതീക്ഷയിലാണ് റഷ്യൻ ഭരണകൂടം. എന്നാൽ ഈ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ യുക്രൈൻ റഷ്യയുടെ സൈനിക ഉൽപ്പാദന കേന്ദ്രങ്ങളെയും വിഭവ സ്രോതസ്സുകളെയും കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റഷ്യൻ സൈന്യം നേരിടുന്ന കടുത്ത ക്ഷാമവും ആയുധങ്ങളുടെ കുറവും നികത്താൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ തടയുക എന്നതാണ് യുക്രൈനിൻ്റെ ലക്ഷ്യം. സ്വന്തം ജനതയുടെ ജീവന് യാതൊരു വിലയും നൽകാതെ അധികാര രാഷ്ട്രീയത്തിനായി ഒരു രാജ്യം അതിൻ്റെ ഭാവി തലമുറയെ മുഴുവൻ യുദ്ധക്കളത്തിൽ ഹോമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ സൈനിക നാശനഷ്ടങ്ങൾ വരും ദശകങ്ങളിൽ റഷ്യയുടെ ജനസംഖ്യാ ഘടനയെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. യുദ്ധം എന്നത് വെറും ഭൂപടത്തിലെ അതിർത്തി മാറ്റങ്ങളല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോരയും കണ്ണീരും ചേർന്ന യാഥാർത്ഥ്യമാണെന്ന് ഈ രഹസ്യരേഖകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. റഷ്യൻ ജനത തങ്ങളുടെ ഭരണാധികാരികളുടെ ഈ ക്രൂരമായ മൗനത്തെ എത്രകാലം സഹിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ലോകശ്രദ്ധ മറ്റ് യുദ്ധങ്ങളിലേക്ക് തിരിയുമ്പോഴും യുക്രൈനിലെ മണ്ണിൽ വീഴുന്ന റഷ്യൻ സൈനികരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സഹായിക്കും. സമാധാനത്തിനായുള്ള ആഗോള സമ്മർദ്ദം വർദ്ധിക്കേണ്ടതിൻ്റെ അനിവാര്യതയേക്കാണ് ഈ 13 ലക്ഷം എന്ന സംഖ്യ വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.